ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മോഹം തുറന്നു പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര ജനങ്ങൾ താൻ അമേഠിയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പറ്റിയ തെറ്റ് എന്നിലൂടെ തിരുത്താൻ കഴിയുമെന്ന് അമേഠിയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു, റോബർട്ട് വാദ്ര പറഞ്ഞു. റോബർട്ട് വാദ്രയുടെ ഉന്നം എന്താണ്? കലാകൗമുദി ഡൽഹി ബ്യൂറോ ചീഫ് KP രാജീവൻ്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ റോബർട്ട് വാദ്ര എന്ന രാഷ്ട്രീയ ബോംബ് കോൺഗ്രസിൻ്റെ ഉറക്കം കെടുത്തുകയാണോ? അമേഠിയിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന ലക്ഷ്യം സ്വയം പ്രഖ്യാപിച്ച റോബർട്ട് വാദ്രയുടെ ടാർഗറ്റ് എന്താണെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. അമേഠിയിലല്ലെങ്കിൽ ഹരിയാനയിൽ മത്സരിക്കാനും തയ്യാറാണെന്നാണ് റോബർട്ട് വാദ്ര വ്യക്തമാക്കിയത്. ഗാന്ധി കുടുംബത്തിൽ റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഗാർഡിയൻ പത്രം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാദ്ര സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ഒടുവിൽ സ്മൃതി ഇറാനി വാദ്രയുടെ സ്ഥാനാർത്ഥിത്വം പരാമർശിച്ച് രാഹുലിനെതിരെ പരിഹാസശരം തൊടുത്തുവിടുകയും ചെയ്തിട്ട് കോൺഗ്രസ് ഇതുവരെ ഇതിനെതിരെ പ്രതികരിക്കാത്തതും ഏറെ ദുരൂഹത ഉയർത്തുകയാണ്. സത്യത്തിൽ റോബർട്ട് വാദ്രയെ കോൺഗ്രസ് ഭയക്കുന്നത് എന്തിനാണ്? റോബർട്ട് വാദ്രയ്ക്ക് പിന്നിൽ സത്യത്തിൽ ആരാണ്? സ്മൃതി ഇറാനി രാഹുലിനെതിരെ വാദ്രയെ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയതോടെ പല സംശയങ്ങളും ദുരൂഹതകളും ഏറി വരികയാണ്. ലണ്ടനിൽ വസ്തുവകകൾ വാങ്ങിയതുൾപ്പെടെ നിരവധി വിവാദ ഇടപാടുകൾ കേന്ദ്ര ഏജൻസികളുടെ റഡാറിന് മുന്നിൽ ഇരിക്കവേ വാദ്ര എന്ന മനുഷ്യൻ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. മെയ് 20 നടക്കുന്ന അമേഠിയിലെ തെരഞ്ഞെടുപ്പിന് ഇനിയും 27 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ ഉറക്കം കെടുത്തുകയും BJP തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയും ചെയ്ത റോബർട്ട് വാദ്ര എന്ന രാഷ്ട്രീയ ബോംബ് സംബന്ധിച്ച് കൂടുതൽ ചിത്രം തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.